ശരിക്കും എൻജോയ് ചെയ്തു. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. കാരണം കിടക്കുന്ന അത്ര സെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേനും ഇങ്ങോട്ട് പോന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നോക്കിക്ക്, പല കളേഴ്സ് ഉള്ള കണ്ടോ. അങ്ങനെ കുറെ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായി ഗൈസ്. പക്ഷെ ഞാനത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിൽ അതിന്റെ ഉള്ളിൽ അതിന്റെ ആ ഒരു ഭയങ്കര സ്വീറ്റ് ആട്ടോ ഇതിന്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്രപ്പച്ച വ്ളോഗ്സ് ബൈ നിത്യ. ഇത് നേരത്തെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ ടെൻ്റൊക്കെ അടിച്ച് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഗോഗു ഇവിടെ ഫുട്ബോളൊക്കെ കളിച്ച് എൻജോയ് ചെയ്യുകയാണ്. ഞാനും അവിടെ കുറച്ച് വെയിലൊക്കെ കൊണ്ട് എൻജോയ് ചെയ്യുമായിരുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ബാർബിക്യൂ. അപ്പോ ഞങ്ങളിത് ഇവിടെ ടെന്റും എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് കിടന്നാൽ മാത്രം മതി. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബാർബിക്യൂവും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വെജീസും പിന്നെ സോസേജും ഒക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം കേട്ടോ. ടൊമാറ്റോ മേടിച്ചിട്ടുണ്ട്. കുഞ്ഞു നല്ല കളർഫുൾ ടൊമാറ്റോ ആണ്. അത് പൊട്ടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ബേബി കോൺ ആണ് കേട്ടോ. കോൺ കണ്ടോ. ടെൻഡർ സ്റ്റെം ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളിയുടെ സ്റ്റെം പോർഷൻ ആണ് കേട്ടോ. ഇത് കണ്ടോ. പിന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ ബെൽ പെപ്പേഴ്സ് മേടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ. പിന്നെ പൊട്ടാറ്റോ മേടിച്ചിട്ടുണ്ട്. ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മഷ്റൂമും ഉണ്ട് കേട്ടോ. പിന്നെ പ്ലസ് ഞാൻ അതെ ഒരു ചിക്കൻ സോസേജും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ബാർബിക്യൂ തുടങ്ങാം. അതിന് മുന്നേ ഞാൻ ബാർബിക്യൂ ഉണ്ടാക്കാൻ പോകുന്ന എന്തിലാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇത് നോക്കിക്കേ. അപ്പൊ ഗൈസ്, ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്നത് ഇൻസ്റ്റന്റ് ബാർബിക്യൂ ആണ് കേട്ടോ. അതായത് ഇതൊരു ഗ്രില്ലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വലിയ ഗ്രിൽ മെഷീനോ ബാർബിക്യൂ മെഷീനോ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് കൊണ്ടുവരാം. നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ നമുക്ക് ഗ്രില്ല് ചെയ്ത് നമുക്ക് ചില്ല് ചെയ്തൊക്കെ ഇരിക്കാം. അല്ലാതെ മറ്റേ സംഭവം എന്ന് പറയുന്നത് നമ്മൾ അതൊക്കെ തൂക്കി പിടിച്ച് പിന്നെ അത് വാഷ് ചെയ്യാൻ നടക്കണം. ഇതാകുമ്പോൾ വൺ ടൈം ആയിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് അങ്ങ് കളയാം. അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 hours ഇങ്ങനെ നല്ലതായിട്ട് ചൂടുണ്ടാവും. അന്നേരം നമുക്ക് ആവശ്യമുള്ള ഫുഡെല്ലാം നല്ലതായിട്ട് അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്ത് കഴിക്കാം ഗൈസ്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള വെജീസ് എല്ലാം ഞാനൊരു കുഞ്ഞു കണ്ടെയ്നറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ എൻ്റെ വെജീസൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇടുന്നത്. ആ ബ്രൊക്കോളി സ്റ്റെമ്മ് അത്ര നല്ല ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നല്ലോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നോക്കിക്ക്, പല കളേഴ്സ് ഉള്ള കണ്ടോ. ഇതിങ്ങനെ വെറുതെ കഴിക്കാം ഗൈസ്. അടിപൊളിയായിരിക്കും. ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. അതുപോലെ തന്നെ വേറൊരു കളറ് നല്ല ഭംഗിയില്ലേ. ഇത് ശരിക്കും ബെസ്റ്റ് ഓഫ് ബ്രിട്ടീഷ് ടൊമാറ്റോ, വൈൻ ടൊമാറ്റോ കേട്ടോ. ഇത് ശരിക്കും വൈൻ ടൊമാറ്റോ ആണ്. ഇത് കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഞാൻ ഒരെണ്ണം വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റ്. ഇതെനിക്കൊന്നും ഗ്രില്ലൊന്നും ചെയ്യണ്ട, വെറുതെ തന്നെ നമുക്ക് കഴിക്കാം ഗൈസ്. സൂപ്പർ. അപ്പോൾ നമ്മുടെ വെജീസ് എല്ലാം വാഷ് ചെയ്യാൻ പോകുന്നൊരു കലാപരിപാടിയാണ് ഗൈസ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. ഈ വെജീസൊക്കെ ഓൾറെഡി നല്ലതായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുക. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇവിടെയുള്ളവർ കൂടുതൽ അങ്ങനെ അധികം വാഷ് ചെയ്യത്തൊന്നുമില്ല. ജസ്റ്റ് എടുത്ത് അവർ ഗ്രില്ലിലോട്ട് ഇടുകയാണ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. അപ്പൊ അതേ നമ്മുടെ വെജീസ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ക്വയർസിൽ അല്ലെങ്കിൽ നമ്മുടെ ബാർബിക്യൂ സ്റ്റിക്കിലേക്ക് എങ്ങനെ നമുക്കിത് ജോയിൻ ചെയ്യാം നമുക്ക് നോക്കിയാലോ. ഇതിൽ ഞാനിപ്പോ സോസേജ് ആഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് നമ്മുടെ വെജീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് കുറച്ച് വെജീസ് ആഡ് ചെയ്യാണ്. ബാ, ഗോകുന് ഹെൽപ്പ് ചെയ്യണോന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഗോകും വരുന്നുണ്ട്. ബാ ഗോകു. അപ്പൊ ഫസ്റ്റ് ഒരു നമ്മുടെ എന്താ പറയാ, നമ്മുടെ ബെൽ പെപ്പർ, ഒരു മഷ്റൂം വെക്കാം. പൊളിഞ്ഞു പോയി ഗൈസ്. മഷ്റൂം ഭയങ്കര സോഫ്റ്റ് അല്ലേ. ഭയങ്കര കെയർഫുൾ ആയിട്ട് ഇരിക്കുമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഒരു മഷ്റൂം വെച്ചു. പിന്നെ ഒരു യെല്ലോ ബെൽ പെപ്പർ വെച്ചു. പിന്നെ നമുക്ക് നമ്മുടെ ഒരു സോസേജ് എടുത്തിട്ട് എങ്ങനെ ആവുന്നൊന്നും അറിയില്ല, ദൈവമേ. പറഞ്ഞാല് നമ്മുടെ ഒരു എന്താ പറയാ, ഒരു ഏഷ്യൻ ടൈപ്പ് സോസേജ് ആട്ടോ. നജ്മ എന്നാണ് ഇതിന്റെ പേര്. ചിക്കൻ സോസേജ് റെഡി ടു ഈറ്റ് ആണ് കേട്ടോ സംഭവം. പക്ഷെ നമുക്ക് ഗ്രില്ല് ചെയ്തിട്ട് ഇതൊന്ന് കഴിക്കാം. അപ്പൊ നമ്മുടെ സോസേജ് ഞാൻ ഓൾമോസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം ടൈപ്പ് വെജീസ് ഇവിടെ ആഡ് ചെയ്യാം. അപ്പൊ ഒരു സെറ്റ് ഇവിടെ കഴിഞ്ഞേക്കാണ്. ഈ സോസേജ് ചെറിയൊരു വളവുണ്ട്, എന്നാലും സാരമില്ല ഗൈസ്, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം.
അപ്പൊ സോസേജ് ഇതേ അതിലൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല. അതുകൊണ്ട് ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സോസേജ് സെപ്പറേറ്റും നമ്മുടെ വെജീസ് സെപ്പറേറ്റും ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ വെജീസ് തന്നെ എല്ലാം ഒന്ന് മിക്സ് ആക്കട്ടെ. അപ്പൊ അന്നേരം കാണാം. അപ്പൊ ഞാൻ എന്റെ ബാർബിക്യൂന് വേണ്ടിയിട്ടുള്ള വെജീസ് ഒക്കെ ഞാൻ അടിപൊളിയായിട്ട് ഇതേ കണ്ടോ ഗൈസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഇച്ചിരി തണുപ്പൊക്കെ വന്നു തുടങ്ങി. നമുക്ക് തണുപ്പ് വരുന്നതിന് മുന്നേ നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ, നമ്മുടെ ബാർബിക്യൂ സെറ്റ്. അതിന് മുന്നേ ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഇവിടെ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന്റെ പുറത്തുള്ള കവർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാർബിക്യൂ സംഭവം റെഡിയാക്കാം. അതിന്റെ പുറത്തുള്ള ആ പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് ഗൈസ് ബാർബിക്യൂ. ഇതിനുള്ളില് നമുക്ക് ചാർക്കോൾ ഉണ്ട്. ലൈറ്റർ വെച്ചിട്ടൊന്ന് കത്തിച്ച് ഇങ്ങനെയാണ് കേട്ടോ ഈ സംഭവം ഇരിക്കുന്നത്. ഇത് ഫോയിൽ ആയതുകൊണ്ട് തന്നെ വേറെ പുറത്തോടെ കത്തിപ്പിടിക്കുക ഒന്നുമില്ല. ഇതിന്റെ അകത്ത് ജസ്റ്റ് അത് കത്തിച്ചിട്ട് ഈ പേപ്പറാണ് ഫസ്റ്റ് നമുക്ക് കത്തിക്കേണ്ടത്. അത് കത്തുമ്പോഴത്തേനും ഈ ചാർക്കോളും കൂടെ അതിന്റെ കൂടെ കത്തും. നമുക്കൊന്ന് കത്തിച്ചു നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ലൈറ്റർ വെച്ചിട്ട് ഇതൊന്ന് കത്തിച്ചു നോക്കാം. ഇങ്ങനെ കത്തുന്നുണ്ട്. കണ്ടോ, ഇത് എനിക്ക് തോന്നുന്നു ഉള്ളിൽ വെക്കണോ അല്ലേ. അപ്പം നമ്മുടെ ബാർബിക്യൂ സെറ്റൊക്കെ ഏകദേശം ഇങ്ങനെ കത്തി ഒരു 20 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ ചാർക്കോളൊക്കെ അതിൽ നല്ലതായിട്ട് തീ പിടിക്കാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അന്നേരം നമുക്ക് ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തീയൊക്കെ ഇങ്ങനെ കാഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ പറയുക, തണുപ്പിങ്ങനെ ഇറങ്ങി വരികയാണ് വൈകുന്നേരം ആകുമ്പോൾ. നേരത്തെ പക്ഷേ അത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആകെ സീൻ ഇങ്ങനെ മാറി വരികയാണ് ഗൈസ്. അപ്പോൾ ഞാനിത് എൻ്റെ ബാർബിക്യൂ സെറ്റിലേക്ക് കുറച്ച് സോൾട്ടും പെപ്പറും ഒക്കെ അതിലോട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ സോൾട്ടും പെപ്പറും പിന്നെ കുറച്ച് മസാല ഉണ്ടായിരുന്നു, എന്തോ ഒരു മസാല എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടെ വെച്ചിട്ട് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ബാർബിക്യൂ ചെയ്യുന്നത് കേട്ടോ. അധികം വേറെ ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഇത് മാത്രം ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം സെറ്റായി ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി വെക്കുകയാണ് ഗൈസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബാർബിക്യൂ ചെയ്യുന്നതും പിന്നെ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതൊക്കെ ഒരു ഭയങ്കര എന്താ പറയുക, കുറേ നാളിന് ശേഷം. പണ്ടൊക്കെ നമ്മൾ ഈ മൂന്നാറിലും മറ്റുമൊക്കെ പോയിട്ട് ഇങ്ങനെ ക്യാമ്പ് ഫയർ ഗ്രില്ല് ചെയ്യുക, കഴിക്കുക, അതുപോലത്തെ ഒക്കെ മിസ് ചെയ്തു കേട്ടോ. കാരണം കുറേ നാളായി ഇങ്ങനെ പോയിട്ട് ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടും ഒക്കെ ഒത്തിരി നാളായി ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. കാരണം റീസൺ എന്ന് പറയുന്നത് ഈ തണുപ്പ് തന്നെയാണ് ഗൈസ്. ഈ തണുപ്പ് കൊണ്ട് മോന് നന്നായിട്ട് ചുമയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചുമ വന്നിട്ട് പിന്നെ നമ്മൾ രാത്രി തണുപ്പിലും കൂടെ അവിടെ കിടക്കുന്ന അത്ര സെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേനും ഇങ്ങോട്ട് പോന്നു. പക്ഷേ നിങ്ങൾ വീഡിയോയിൽ എൻ്റെ വൈൻഡപ്പ് എല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പ്ലാൻ ചെയ്തത് അവിടെ തന്നെ സ്റ്റേ ചെയ്യാനായിരുന്നു. പക്ഷേ ഇൻ ബിറ്റ്വീൻ മോന് ഒരു ചുമയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ കൂടുതൽ ഇനി സ്റ്റേ ചെയ്ത് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ആക്കണ്ട എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു നല്ലൊരു അടിപൊളി വൈബും അടിപൊളി ദിവസമായിരുന്നു അന്നത്തെ ദിവസം. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇച്ചിരി തണുപ്പ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പ്രശ്നം. അപ്പോൾ എൻ്റെ ഈ വീഡിയോയുടെ ഫസ്റ്റ് പോർഷൻ കാണാത്തവർ തീർച്ചയായും പോയി കാണണം കേട്ടോ. അതേ ഇവിടെ നിൽക്കുന്ന ഇത് കണ്ടോ, ഒരു ഗൂസാണ് കേട്ടോ അത്. അപ്പോൾ ഗൂസ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പോണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പോണ്ട് ഇതിങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ആൾക്കാരൊക്കെ കാണാനാന്ന് തോന്നുന്നു, ഇങ്ങനെ പതുക്കെ കയറി വരുന്നുണ്ട്. അതിനാണെങ്കിൽ ഒരു കാലിന് എന്തോ ഒരു കുഴപ്പമുണ്ട് ഗൈസ്, ഇങ്ങനെ ഞൊണ്ടിയാണ് നടക്കുന്നത്. അതുപോലത്തെ ഒരു കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഗ്രില്ലിങ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല കളർഫുള്ളായിട്ടില്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ. ബ്രൊക്കോളി ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു അടിപൊളി ഈവനിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സൂര്യൻ ചേട്ടൻ നമ്മളോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞതേ പോകാനായിട്ട് റെഡി ആയിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 8:30 ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഗ്രില്ലിങ്ങും കലാപരിപാടികളും ഒക്കെ അവസാനിച്ചു. പക്ഷേ സ്റ്റിൽ ആൾക്കാരെല്ലാം അവിടെ ഇരുന്ന് നല്ലതായിട്ട് വൈബ് കൊള്ളുമായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനത്തിലാണ് കേട്ടോ ഞങ്ങൾ ഗ്രില്ലിങ് ആ മെഷീൻ വെച്ചത്. അതിൻ്റെ ചൂട് കൊണ്ട് ഇതൊരു പ്ലേറ്റാണ് കേട്ടോ, പ്ലേറ്റിൻ്റെ പുറത്താണ് ഞാൻ ആ ഗ്രില്ലിങ് മെഷീൻ വെച്ചത്. അത് പൊട്ടി, ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബക്കറ്റായിരുന്നു അത് ഉരുകി, അങ്ങനെ കുറേ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായി ഗൈസ്. അപ്പോൾ ഇതുപോലെ ബാർബിക്യൂ ചെയ്യാൻ പോകുന്നവർ എന്തെങ്കിലും എക്യുപ്മെൻസും കൂടെ കരുതി വേണം പോകാനായിട്ടോ. എന്നിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം.
അപ്പൊ ഗൈസ് നമ്മുടെ അടിപൊളി ബാർബിക്ക് ഇവിടെ റെഡി ആയേക്കാണ്. നോക്കി എന്ത് ഭംഗിയാ നോക്കിക്കേ. ആ ഒരു ഇത് കണ്ടോ നിങ്ങള്? ഞാനിത് ഈ ടൊമാറ്റോ ശരിക്കും പറഞ്ഞ ബാർബിക്ക് ആക്കണ്ടെന്ന് വെച്ചതാ. പക്ഷെ ഞാനത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിൽ അതിന്റെ ഉള്ളിൽ അതിന്റെ ആ ഒരു ഭയങ്കര സ്വീറ്റ് ആട്ടോ ഇതിന്. വൈൻ ടൊമാറ്റോ കേട്ടോ ഇത്. അപ്പൊ ഇത് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചാൽ മതി ഗൈസ്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. എന്താന്ന് വെച്ചാല് ഇവിടെ ഇപ്പതേ സൂര്യൻ കുറച്ചൊന്ന് ഇങ്ങനെ താഴ്ന്നു വരുന്നുണ്ട്. വെയിലൊക്കെ പോയി ആ തണുപ്പിന്റെ ഒരു ഇത് വന്നു കേട്ടോ. ഭയങ്കരമായിട്ട് തണുപ്പ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ചൂടോടെ ഈ ബാർബിക്യൂ ഒന്ന് കഴിച്ച് അടിച്ചു പൊളിക്കാം. അപ്പോൾ ഞങ്ങളുടെ സംഭവബഹുലമായ ബാർബിക്യൂ കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് തരട്ടെ. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും കൂടി ചേർന്ന് കഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് കാണാം. അപ്പൊ ഗൈസ് നമ്മുടെ ഒരു അടിപൊളി ഡേ ഇവിടെ കഴിഞ്ഞേക്കുവാണ്. ഇനി നമുക്ക് എന്താ പറയാ, ഉറങ്ങാനുള്ള ടൈം ആയിക്കൊണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 9 o'clock ആയിട്ടുണ്ട്. പക്ഷെ നേരമൊന്നും അധികം ഇരുട്ടിയിട്ടില്ല. അപ്പൊ ബെഡ് ടൈം ആയിക്കാണ്. ഞങ്ങൾ ബാർബിക്യൂം എല്ലാം കൊണ്ട് അടിച്ച് പൊളിച്ച ഒരു ദിവസമായിരുന്നു ഗൈസ്. അപ്പൊ എന്റെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ക്ലിക്ക് ഓൺ ദ ബെൽ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അക്രപ്പച്ച.